ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് 3 ചെറിയ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടാണ് നല്ലോണം വേവിച്ചെടുത്തതാണ്. തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തതിന് ശേഷം അരക്കപ്പ് ചെറുതായി അരിഞ്ഞ മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള 1 സ്പൂൺ കുരുമുളക് പൊടിയും 1/4 സ്പൂൺ ഉണക്കമുളക് പൊടിച്ചതും ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 2 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിരുന്നു, അത് കുറവാന്ന് തോന്നിയോണ്ടാണ് ഞാൻ അതിലേക്ക് ചേർത്തത്. 2 മുട്ട പുഴുങ്ങി ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇതും കൂടെ ചേർത്ത് കൈവച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മളിതിലേക്ക് എത്രയാണോ വേണ്ടതെന്ന് കൃത്യമായിട്ട് അളവൊന്നുമില്ല. നമ്മളെടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വ്യത്യാസം വരും. നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന പരുവത്തിലാവുന്ന വരെ ബ്രെഡ് പൊടി ചേർത്ത് കുഴച്ചെടുക്കണം. അപ്പോൾ ഷേപ്പാക്കി എടുക്കാനുള്ള പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഷേപ്പാക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റാക്കിൽ കുറച്ച് എണ്ണ ആക്കി കൊടുക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് ഇതിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം 2 കൈ വെച്ചിട്ടും ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. ഇതുപോലെ ചെയ്താൽ ഈ ഒരു ഷേപ്പിലാട്ടോ ഉണ്ടാവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇത് മുറിച്ചെടുക്കണേ, നമ്മളിത് മുറിച്ചെടുത്തിട്ടാട്ടോ പൊരിച്ചെടുക്കണത്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാട്ടോ ഉള്ളത്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ഒരു മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 3 സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും 1/4 സ്പൂൺ മുളക് പൊടിയും കുറേശ്ശെ വെള്ളം ചേർത്ത് ഇളക്കി മാവാക്കി എടുക്കുക. മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാട്ടോ മാവ് വേണ്ടത്. മാവിൽ മുക്കി സേമിയയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്. ഇത് കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുകയാണ്. സേമിയ നല്ലോണം പൊടിച്ചെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരുന്ന ഓരോന്നെടുത്ത് മൈദപ്പൊടിയിൽ മുക്കി സേമിയയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇനി ബാക്കിയുള്ളത് മുഴുവനും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ നല്ലോണം ചൂടാക്കിയിട്ടുണ്ട്. ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ടെടുത്ത് നല്ലൊരു കളറാവുന്നവരെ പൊരിച്ചെടുക്കാം. ഇതിൻ്റെ ഉൾഭാഗം ഒന്നും വേവല്ലാത്തതുകൊണ്ട് തന്നെ പുറം ഭാഗം നല്ലൊരു കളറായി കിട്ടിയാൽ മതി. ഈ ഒരു കളറാകുമ്പോഴേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.